മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി എന്ന പേരിൽ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. വീണ വിജയന്റെയും മുൻ ഭർത്താവ് സുനീഷിന്റെയും പേരിലാണ് ഈ അക്കൗണ്ട്. വിവിധ കമ്പനികളിൽ നിന്ന് പ്രസ്തുത അക്കൗണ്ടിലേക്ക് പണം വന്നു. രണ്ട് വിദേശ കമ്പനികൾ SNC ലവനും പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് ഇങ്ങനെ രണ്ട് വിദേശ കമ്പനികളിൽ നിന്ന് ഈ അബുദാബിയിലെ അക്കൗണ്ടുകളിലേക്ക് എത്തിയത് 3 കോടി രൂപ വീതമെന്നാണ് സൂചന. ഇതിന് പുറമെ ഒട്ടേറെ കമ്പനികളിൽ നിന്ന് അക്കൗണ്ടിലേക്ക് പണം എത്തിയിരുന്നു. മാത്രമല്ല ഈ അക്കൗണ്ടിൽ നിന്ന് പുറത്തേക്കും പോയിരുന്നു. US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിവിധ അക്കൗണ്ടുകളിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഷോൺ ജോർജിന്റെ വെളിപ്പെടുത്തലായി വന്നത്. ഇതുമായി ബന്ധപ്പെട്ട 17-ന് ഇക്കഴിഞ്ഞ 17-ന് EDക്കും 27-ന് SFIOയ്ക്കും പരാതി നൽകി എന്നുള്ളതാണ് ഷോൺ ജോർജ് പറയുന്നത്. ഈ വിദേശ പണമിടപാടിനെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞാണ് കേന്ദ്ര ഏജൻസികൾക്ക് പരാതി നൽകിയത്. വിദേശത്തെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലെ പണമിടപാടുകൾ ആദായ നികുതി റിട്ടേൺസിൽ കാണിക്കേണ്ടതുണ്ട്. വീണ വിജയൻ ഇൻകം ടാക്സ് റിട്ടേൺസിൽ വിദേശ അക്കൗണ്ട് വിവരങ്ങൾ കാണിച്ചിട്ടില്ലെങ്കിൽ ആദായ നികുതി നിയമപ്രകാരം കുറ്റകരമാണ്. ഇക്കാര്യം പരിശോധിക്കണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലും ഷോൺ ജോർജ് ഒരു ഉപഹർജി നൽകിയിട്ടുണ്ട്. എക്സാലോജിക് CMRL ഇടപാടിനെക്കുറിച്ചുള്ള ഹർജിക്ക് പുറമെ അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ സാമ്പത്തിക ഇടപാടിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് ഷോൺ ജോർജ് കൊച്ചിയിൽ മാധ്യമങ്ങളോട് നടത്തിക്കൊണ്ടിരുന്നത്. വിവരങ്ങൾ നൽകാൻ രേഷ്മയുണ്ട്. രേഷ്മ, ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഷോൺ ജോർജ് പറഞ്ഞത്? കോടതിയിൽ നൽകിയിട്ടുള്ള ഉപഹർജി സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് ഷോൺ ജോർജ് വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. വീണ വിജയന്റെ അബുദാബിയിലുള്ള എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി എന്ന പേരിലുള്ള അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലെ അക്കൗണ്ട് വഴിയാണ് PWCയും അതോടൊപ്പം തന്നെ SNC ലാവലിംഗ് കമ്പനികൾ അടക്കം പണം ഇടപാട് നടത്തിയിട്ടുള്ളത്. PWC പണമിടപാട് നടത്തിയിട്ടുള്ളത് 2016 കാലഘട്ടത്തിന് ശേഷം, അതായത് ഈ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട PWCയുടെ ആ ഒരു വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് വീണ വിജയന്റെ അതോടൊപ്പം തന്നെ മുൻ ഭർത്താവായിട്ടുള്ള സുനീഷിന്റെയും ജോയിന്റ് അക്കൗണ്ട് ആയിട്ടുള്ള ഈ എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി എന്ന അക്കൗണ്ടിലേക്ക് പണം വന്നിരിക്കുന്നത്. ഈ അക്കൗണ്ടിൽ നിന്നും US അടക്കം പണം പോയിട്ടുമുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് ഈ വിവാദ കമ്പനികളിൽ നിന്നും അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള കമ്പനികളിൽ നിന്നും ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത്. ഇതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ SFIOയ്ക്കും അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതി 17-ാം തീയതിയിലും അതോടൊപ്പം തന്നെ 27-ാം തീയതിയുമാണ് പരാതി നൽകിയത്. ഈ പരാതിയുടെ കോപ്പി അടക്കം ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഉപഹർജിയിലും സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് ഈ സാധാരണ ഒരു ഇന്ത്യൻ പൗരന് വിദേശത്ത് അക്കൗണ്ട് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആദായ നികുതി റിട്ടേൺസിൽ അത് രേഖപ്പെടുത്തേണ്ടതുണ്ട്. വീണ വിജയന്റെ ആദായ നികുതി റിട്ടേൺസിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അത് കുറ്റകരമാണെന്നും എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി എന്ന പേരിൽ വീണ വിജയൻ്റെതായി അബുദാബിയിലെ അക്കൗണ്ട് അതുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തലുകൾ ഷോൺ ജോർജ് നടത്തുകയായിരുന്നു. ഇവിടേക്ക് വിവിധ കമ്പനികളിൽ നിന്ന് പണം വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ അക്കൗണ്ടിൽ നിന്ന് പുറത്തേക്കും പണം മാറ്റിയിട്ടുണ്ട്. US UAE തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഈ പണം മാറ്റിയിട്ടുണ്ട്. പ്രധാനമായും അമേരിക്കയിലെ വിവിധ അക്കൗണ്ടുകളിലേക്കാണ് ഇവിടെ നിന്നും തുക പോയിട്ടുള്ളത് എന്നും ഷോൺ ജോർജ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകൾ എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് അന്വേഷിക്കണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെടുകയുണ്ടായി. കഴിഞ്ഞ 17-ാം തീയതി EDക്കും ഒപ്പം തന്നെ SFIOയ്ക്കും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 17-ന് EDക്കും 27-ന് SFIOയ്ക്കും പരാതി നൽകിയിട്ടുണ്ട് എന്നും ഷോൺ ജോർജ് പറയുകയുണ്ടായി. രേഷ്മ തുടരുന്നുണ്ട്. രേഷ്മ, പറഞ്ഞോളൂ. ഇതിൽ നിലവിൽ SFIO അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ തന്നെയാണ് ഷോൺ ജോർജ് ഈ ഉപഹർജി കൂടി സമർപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല SFIOയ്ക്കും അതോടൊപ്പം തന്നെ EDക്ക് നൽകിയിട്ടുള്ള പരാതികളിൽ അനുബന്ധ രേഖ എന്നുള്ള രീതിയിലാണ് ഈ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലെ വീണ വിജയന്റെ അക്കൗണ്ട് സംബന്ധിച്ചുള്ള വിവരങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഈ ഒരു സാമ്പത്തിക ഇടപാടുകൾ കൂടി SFIOയുടെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നുള്ളതാണ് ഷോൺ ജോർജിന്റെ ആവശ്യം. അതിനേക്കാൾ ഉപരി ഈ വിദേശ അക്കൗണ്ടുകൾ ഈ വഴി നടത്തിയിട്ടുള്ള പണമിടപാട് PWC SNC ലാവലിംഗ് പോലെയുള്ള മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കിയ കമ്പനികൾ സംബന്ധിച്ചാണ്. ഈ കമ്പനികളിൽ നിന്നും വന്നിട്ടുള്ള പണം എന്ന് പറയുന്നത് ഈ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ ഇടപാട് നടന്നിട്ടുള്ളത്. ഇത് ആദായ നികുതി റിട്ടേൺസിൽ അടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിലും പരിശോധന വേണം. അങ്ങനെയെങ്കിൽ ആ റിട്ടേൺസിൽ അടക്കം ഇക്കാര്യം ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കുറ്റകരമാണ്
ഒരു ആക്ഷേപവും ഉന്നയിക്കുന്നുണ്ട്. എന്നാലും നിലവിൽ SFIO അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി നാളെ പരിഗണിക്കുന്നുണ്ട്. ഈ ഉപഹർജി നാളെ തന്നെയായിരിക്കും പരിഗണിക്കുക. ഈ ഹൈക്കോടതിയെയും ഇത് സംബന്ധിച്ച എല്ലാ വിശദാംശങ്ങളും അറിയിച്ചിട്ടുണ്ടെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി കൊള്ള നടത്തുകയാണെന്നുള്ള ആക്ഷേപവും വീണ്ടും ഷോൺ ജോർജ് ഉന്നയിച്ചിരിക്കുകയാണ്. എന്തായാലും വിദേശ ബാങ്ക് അക്കൗണ്ട് വഴി വീണ വിജയൻ നടത്തിയിട്ടുള്ള പണമിടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഉണ്ടാകണം, ഇക്കാര്യത്തിൽ EDയുടെ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഷോൺ ജോർജ് അറിയിച്ചിട്ടുള്ളത്.